मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്തൊരു കാറാണ് സംശയമുണ്ടോ? അല്ല, ഈ കാർ ആരുടേതാ? ഇവിടെ എന്തിനാ പാർക്ക് ചെയ്തിരിക്കുന്നേ? ഇങ്ങോട്ട് വാ, വേഗം ഇങ്ങോട്ട് വാ. എത്ര നല്ല കാറാണ്, പിന്നെ ഇതിനെ ഇയാള് തറയെ കിടന്ന് ഉറങ്ങുന്നത്? എടാ ഉറങ്ങുകയല്ല, ബോധം പോയിരിക്കുക. സംശയമുണ്ടോ? ആരോ ഇയാളെ ബോധം കെടുത്തിട്ട് മോഷ്ടിച്ചിരിക്കുകയാണ്. കൊച്ചലിയ, എന്റെ തലയ്ക്കകത്ത് ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട്. ഒന്നും പറയരുത്. ശരി ശരി, ഇങ്ങനെയും സംഭവിക്കാൻ വഴിയുണ്ടല്ലോ. ചിലപ്പോ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് ഇയാളെ ബോധം കെടുത്തിയതാണെങ്കിലോ? എടാ ഇതിലെന്താണ് വലിയ മാറ്റമുള്ളത്? ബോധം കെടുത്തി മോഷ്ടിച്ചോ, മോഷ്ടിച്ചിട്ട് ബോധം കെടുത്തിയോ? ഇതിലെന്താണ് വലിയ കാര്യമുള്ളത്? അങ്ങനെ വലുതായിട്ട് കാര്യമൊന്നുമില്ല. തലയ്ക്കകത്തൊരു ചോദ്യം തോന്നി, ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതെ, ഈ കാർ ഇവിടെ ഇട്ടിട്ട് പോയാ തീർച്ചയായും ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും. വണ്ടി ഞാൻ ഓടിക്കാം. എടാ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ, വണ്ടി ഓടിക്കുന്നത് ഹണിയാണ്. ഹണി, എന്തിനാ മ്യൂസിക് ഓൺ ചെയ്തത്? ഞാനല്ല ഓൺ ചെയ്തത്. ബണ്ണി, മ്യൂസിക് ഓഫ് ചെയ്തേക്ക്. എടാ സീറ്റ് താഴേക്ക് ഇറക്ക്, താഴേക്ക് ഇറക്ക്. അത് കൊള്ളാം കൊച്ചലിയ, തനിക്ക് മാത്രം എത്ര നല്ല കാലാവസ്ഥയാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കേ, രക്ഷിക്കേ. ബണ്ണി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സാബാഷ് ജോർദാർ, വേഗം വലിക്കേ. താഴേർക്ക്, താഴേർക്ക്. ഹണി, സ്പീഡ് ഒന്ന് കുറയ്ക്ക്. ഞാനൊന്നും തന്നെ ചെയ്യുന്നില്ല, കാർ തന്നെത്താൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്. എടാ എടാ, ആരെങ്കിലും ഒന്ന് സ്റ്റീറിംഗ് പിടിക്കേ. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? കാറ് പറക്കുകയാണ്. അത് തന്നെയാണ് ചോദിച്ചത്. എങ്ങനെയാ ഇത് പറക്കുന്നത്? ഒരു പക്ഷേ പ്രേതക്കാരായിരിക്കാം. സംശയമുണ്ടോ? ഈ എയർ ബാഗ്
എങ്ങനെയാ താഴെ നിന്ന് ഓപ്പൺ ആയത്? ഹണി പുറത്തോട്ട് വാ, നമ്മൾ സിറ്റി വിട്ട് പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോ എൻട്രിയിൽ പോവുകയാണോ? അതും ചാടി ചാടി പിടിക്കവനെ. നിനക്ക് തജി പൊട്ടിക്കാൻ അറിയില്ലേ? സാറേ, എനിക്ക് നോ എൻട്രിയിൽ പോകാൻ അറിയില്ല. എടാ സൂക്ഷിച്ച. ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? സാറേ, ആദ്യം നമുക്ക് രക്ഷപ്പെടാം. എടാ പണിപണി, എന്റെ ജിപ്പിനെ ഇടിച്ച് പപ്പടമാക്കിയല്ലേ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. അതെന്റെ ബൈക്കാ. ഞാൻ കൊണ്ടുപോവോ? പോലീസ് വേഷം ഇട്ട് പട്ടാപ്പാല് മോഷണം നടത്തുക. ഞാൻ മോഷ്ടിച്ചതല്ല, ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റേഷനിലോട്ട് വന്ന് ബൈക്ക് വാങ്ങിച്ചോട് പൊക്കോ. ഞാൻ എവിടെയാണ്? ഇയാൾക്ക് ഓർമ്മയും പോയി. എന്റെ ഓർമ്മയൊന്നും പോയിട്ടില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ ആരാ? എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? സാർ, അങ്ങ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് സ്റ്റേഷനോ? എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. വണ്ടി നിർത്ത്. താങ്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നിങ്ങളെ ആരോ ബോധം കെടുത്തി മോഷ്ടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എന്നെ ആരും ബോധം കെടുത്തിയിട്ടല്ല മോഷ്ടിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇദ്ദേഹത്തെ മോഷ്ടിച്ചിട്ടാണ് ബോധം കെടുത്തിയത്. എടാ, എന്റെ കയ്യിൽ നിന്നൊന്നും മോഷണം പോയിട്ടില്ല. വണ്ടി നിർത്ത്. എന്നെ ഇറക്കി വിട്. എന്നെ ഇറക്കി വിടാൻ. ഈ കാറുകളോടൊപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാറുകളനോ? അപ്പൊ അതാണ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിച്ചത്. സംശയമുണ്ടോ? ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ലെഫ്റ്റിലേക്ക് തിരിയാൻ പറഞ്ഞതല്ലേ, എന്തിനാ ഇതിലേക്ക് പോകുന്നത്? ഇത് വെച്ച് തിരിക്കാൻ കഴിയുന്നില്ല. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേണ്ട വേണ്ട, എന്നെ വിട്, ഞാൻ പോയേക്കാം. അതെങ്ങനെ പോകാൻ കഴിയും? അങ്ങനെ വിടില്ല. നിനക്കെന്താ കാര്യം മനസ്സിലാകത്തത്? ഇതിന് മനസ്സിലാക്കാൻ എന്താണുള്ളത്? നീ കള്ളനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാലിൽ നിന്ന് കൈവരുന്നു. അവർ രണ്ടുപേരെയും അവിടെ പിടിച്ചിരുത്തി. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എടാ കഴുതകളെ, ഇത് സൂപ്പർ കാറാണ്. അതുകൊണ്ടാണ് ഞാനിത് മോഷ്ടിച്ചത്. പക്ഷെ ഈ കാർ തന്നെ എനിക്കിട്ട് പണി തന്നല്ലോ. ഇത് വളരെ വിലപിടിപ്പുള്ള കാറാണ്. ആരും ഒന്നും പറയരുത്, അല്ലെങ്കിൽ ഈ കാർ നമ്മളെ തല്ലും. നീ ഞങ്ങളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ നിങ്ങളാണല്ലേ സൂപ്പർ കാർ മോഷ്ടിച്ചത്? അല്ല. Shut up. നിങ്ങൾ തന്നെയാണ് കള്ളന്മാർ. അതാണ് എന്റെ കാറിനകത്ത് കുടുങ്ങിയത്. ഇല്ല, കാറുകളൻ അവനാണ്. അതെ, ഞങ്ങൾ കാർ റോഡിൽ കിടക്കുന്നത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചതാണ്.
എന്തായാലും എന്റെ കാറിനെ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ ഇവൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കൺട്രോൾ മുഴുവൻ അവന്റെ കയ്യിലായിക്കോളും. എന്നാലും സഹായിച്ചതിന് നന്ദി. കൂടാതെ ഈ കാറുകളെ പിടികൂടിയതിലും നന്ദിയുണ്ട്. സാറിന് ഈ സൂപ്പർ കാർ എവിടെ നിന്നാ കിട്ടിയത്? ഇതെന്റെ മുത്തച്ഛനുണ്ടാക്കിയ കാറാണ്. ഈ കാറിൽ സെൽഫ് ഡിഫൻസിനായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അതുപോലെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം സൂപ്പർ കാറിന്റെ അത്ഭുതങ്ങൾ. വേഗം കേറിക്കോളൂ.